പ്രേക്ഷകർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിലാത്രയിലെ വെള്ളക്കെട്ടിന് ശമനമായോ എന്നുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത അടച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ ദേശീയപാത, അതായത് പിലാത്ര പയ്യന്നൂർ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ പിലാത്ര പയ്യന്നൂരിന്റെ ഇടയിലേക്കുള്ള ദേശീയപാത അടച്ചിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളക്കെട്ട് മാറ്റാനുള്ള ശ്രമം രാവിലെ മുതൽ തൊഴിലാളികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രമം എവിടെ എത്തിയില്ല എന്നതാണ് സത്യാവസ്ഥ. അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ നേരെ കാണുന്ന. ആ വാഹനങ്ങൾ പോകുന്നത് KSTP റോഡ് ജംഗ്ഷനാണ്. അപ്പോൾ KSTP റോഡ് ജംഗ്ഷൻ വഴിയാണ് എല്ലാ വാഹനങ്ങളും കടത്തിവിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിലാത്ര ടൗണിലുള്ള ബാരിക്കേഡ് വെച്ച് അടച്ച നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വഴിയാത്രക്കാർ, പിലാത്ര പയ്യന്നൂർ വഴിയാത്രക്കാർ ശ്രദ്ധിക്കുക, ദേശീയപാതയിലെ അപ്രോച്ച് റോഡ് അടച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മുകളിൽ കാണുന്ന ഭാഗം ഏതായാലും തുറന്നു കൊടുത്തതുമില്ല. അപ്പോൾ ഈ അപ്രോച്ച് റോഡ് വഴി മാത്രമേ പയ്യന്നൂർ ഭാഗത്തേക്ക് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ റോഡ് അടച്ച കാഴ്ചയാണ് കാണുന്നത്. മുട്ടോളം വെള്ളം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ വെള്ളം കടത്തിവിടാനുള്ള വലിയ ശ്രമങ്ങൾക്കാണ് തുടങ്ങുന്നത്. ഇന്ന് ആദ്യ മഴ പെയ്തപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ എന്നതാണ് യഥാർത്ഥ സിറ്റുവേഷൻ. അപ്പോൾ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക. പിലാത്ര വഴി വരുന്ന ആൾക്കാർ ദേശീയപാതയിൽ കൂടി വരുമ്പോൾ പയ്യന്നൂർ ഭാഗത്തേക്കുള്ള റോഡാണ് അടച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഴയങ്ങാടിയിൽ നിന്ന് ഉള്ള റോഡിലേക്ക് കയറുക. പിലാത്രയിൽ നിന്ന് മതമംഗലം വഴി വരുമ്പോൾ, അല്ലെങ്കിൽ ദേശീയപാത വരം ചേർന്ന് വരുമ്പോൾ പിലാത്ര സെന്റ് ജോസഫ് കോളേജിന്റെ ജംഗ്ഷനിൽ നിന്ന് പഴയങ്ങാടി റോഡിലേക്ക് കയറിയാൽ ചുമടുതാങ്ങി എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് എത്താം. അവിടെ നിന്ന് കഷ്ടി 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് KSTP റോഡിന്റെ ജംഗ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. റോഡ് ക്ലിയർ ആയ ശേഷം pilathra.com വീണ്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കമന്റുകൾ ഇടുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ യാത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം ട്രാഫിക്കും അനുഭവപ്പെടുന്നുണ്ട് ഈ ഏരിയയിൽ.